ഇരട്ടച്ചങ്കൻ, ക്യാപ്റ്റൻ, കാരണഭൂതൻ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം കേട്ട് മടുത്ത അല്ലെങ്കിൽ കേട്ട് ശീലിച്ച വിശേഷണങ്ങളാണിതൊക്കെ. എന്നാൽ 2024-26 കാലഘട്ടത്തിലെ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു കാഴ്ചയ്ക്കാണ്. ആരുടെയെങ്കിലും നാവൊന്ന് പിഴച്ചാൽ, ആരുടെയെങ്കിലും കണ്ണെന്നുരുണ്ടാൽ ഭയന്നിരുന്ന കേരളത്തിലെ ചുവപ്പൻ കോട്ടകൾ ഇന്ന് പുകയുകയാണ്. പക്ഷെ ആ പുക വരുന്നത് പുറത്തു നിന്നുമല്ല, അകത്തു നിന്ന് തന്നെയാണ്. ഒരു ആഭ്യന്തര യുദ്ധം തന്നെ. സ്വന്തം അണികൾ തന്നെ മുഖ്യമന്ത്രിയുടെ സിംഹാസനത്തിന് തീ കൊളുത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ക്യാപ്റ്റൻ എന്ന് വിളിച്ച് അതേ നാവുകൾ കൊണ്ട് കപ്പല് മുക്കിയവനേ എന്ന് വിളിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ്. പിണറായിയുടെ കഷ്ടകാലം തുടങ്ങിയത് കുറച്ച് നാളുകളായി. എങ്കിലും ഇതിപ്പോൾ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന അവസ്ഥയിലേക്ക് എത്തി. പാറശാലയിലെ ആ ഇടുങ്ങിയ കമ്മിറ്റി മുറിയിൽ വെച്ച് അഡ്വക്കേറ്റ് എസ് അജയ്കുമാർ എന്ന ഏരിയ സെക്രട്ടറി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആ പഞ്ച് ഡയലോഗ് പറഞ്ഞു. മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവെ, നിങ്ങൾ ഞങ്ങളുടെ ശാപമാണെന്ന് പറഞ്ഞത് ഭരണപക്ഷമല്ല, അവരുടെ സ്വന്തം ചേരിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ വീഴ്ചയുടെയും മരുമകൻ മുഹമ്മദ് റിയാസ് എന്ന സൂപ്പർ ഭാവി മുഖ്യമന്ത്രിയുടെ വാഴ്ചയുടെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. നമുക്ക് പാറശാലയിൽ നിന്നും തന്നെ തുടങ്ങാം. തിരുവനന്തപുരത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ഈ പ്രദേശം CPM-ന്റെ ഒരു പരീക്ഷണശാലയായിരുന്നു. ഓർക്കുന്നുണ്ടോ? പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് കേരളം കാത്ത കാരണഭൂതൻ എന്ന പാട്ടിനൊപ്പം നൂറുകണക്കിന് സ്ത്രീകൾ തിരുവാതിര കളിച്ചത് ഇവിടെ വെച്ചാണ്. അന്ന് പിണറായിയെ ദൈവമായി വാഴ്ത്തിയവർ ഇന്ന് അദ്ദേഹത്തെ ചെകുത്താനായി കാണുകയാണ്. സെക്രട്ടേറിയറ്റ് മെമ്പറായ KK ജയചന്ദ്രൻ്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ അജയ്കുമാർ നടത്തിയ പ്രസംഗം ഒരു പാർട്ടിക്കുള്ളിലെ വിമർശനമായിരുന്നില്ല, അതൊരു പോസ്റ്റ്മോർട്ടം തന്നെയായിരുന്നു. കീറി മുറിക്കുകയായിരുന്നു. കാരണഭൂതൻ എന്ന വാക്ക് ഇന്ന് പാർട്ടിയിൽ ഒരു തമാശയായി മാറി. പാർട്ടിയിൽ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ എന്നതൊരു കോമഡിയാണ്. പിണറായിയുടെ ശൈലി, അദ്ദേഹത്തിൻ്റെ സംസാരം, ജനങ്ങളോടുള്ള പെരുമാറ്റം എല്ലാം പാർട്ടിയെ നശിപ്പിച്ചു എന്നാണ് താഴെ തട്ടിലുള്ള സഖാക്കളടക്കം പറയുന്നത്. ഇവിടെയാണ് രസകരമായൊരു സംഗതിയുള്ളത്. മുൻ മുഖ്യമന്ത്രി തൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും പരാജയത്തിൻ്റെ വക്കിലെത്തി എന്ന് പറഞ്ഞത് അതൊരു അതിശയോക്തിയല്ലല്ലോ. കേരളം കണ്ടതാണ്. വോട്ടെണ്ണലിൻ്റെ 6ാം റൗണ്ട് വരെ മുഖ്യമന്ത്രി പിന്നിലായി പോയ നിമിഷം അത് പിണറായിയുടെ വ്യക്തിപ്രഭാവത്തിനേറ്റ മാരക പ്രഹരമായിരുന്നു. ക്യാപ്റ്റൻ നയിക്കുന്ന കപ്പൽ ഐസ്ബർഗിൽ ഇടിച്ചു കഴിഞ്ഞു എന്ന് അണികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാറശാലയിലെ റിപ്പോർട്ടിൻ്റെ കാതൽ ഇതാണ്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ഭരണത്തോടുള്ള ജനങ്ങളുടെ പുച്ഛം കൂടിയാണ് ഈ തോൽവിക്ക് കാരണം. മുഖ്യമന്ത്രിയുടെ ഓരോ വാർത്താ സമ്മേളനവും, ക്ഷമിക്കണം, മുൻ മുഖ്യമന്ത്രി പറഞ്ഞ് ശീലിച്ചു പോയി, 10 വർഷമായില്ലേ, ഏതിലും മുൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും പാർട്ടിക്ക് 10,000 വോട്ടുകൾ വീതം കുറയ്ക്കുന്നു എന്ന് പാർട്ടി ഗ്രാമങ്ങളിൽ ചർച്ച നടക്കുന്നു. ഇത്രയും കാലം പിണറായി താങ്ങി നടന്നവർ ഇപ്പോൾ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ. ഞങ്ങൾ വോട്ട് ചോദിച്ചു തരുമ്പോൾ ജനങ്ങൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്, പരിഹസിക്കുകയാണ്, ശപിക്കുകയാണ്. ഇതിന് മറുപടി ആര് പറയും? ഇനി നമുക്ക് വടക്കോട്ട് പോകാം, കോഴിക്കോട്ടെ തിരുവമ്പാടിയിലേക്ക്. അവിടെ ചർച്ച മുഖ്യമന്ത്രിയല്ല, മറിച്ച് മന്ത്രി മുഹമ്മദ് റിയാസാണ്. മുൻ മന്ത്രി, ക്ഷമിക്കണം, പറഞ്ഞ് ശീലിച്ചേ. എന്നാൽ കേരളത്തിലെ CPM-ൽ ഇന്ന് കേൾക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം കുടുംബവാഴ്ച എന്നതാണ്. കോൺഗ്രസിനെ കുടുംബവാഴ്ചയുടെ പേരിൽ ഒരുപാട് കളിയാക്കിയ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് സ്വന്തം പാർട്ടിക്കുള്ളിൽ രാജകുമാരനെ കണ്ട് അമ്പരക്കുന്നു. തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം വളരെ ബോൾഡായിരുന്നു. മുഹമ്മദ് റിയാസിന്റെ അമിത ഇടപെടലുകളാണ് പാർട്ടിയെ തകർത്തത്. പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചത് റിയാസ് അല്ല, മറിച്ച് സോഷ്യൽ മീഡിയ ടീമാണെന്ന് പോലും ആക്ഷേപം ഉയർന്നിരുന്നു. റിയാസിന്റെ ഓരോ നീക്കവും പിണറായിയുടെ പിൻഗാമിയാകാനുള്ള ഓട്ടമാണെന്ന് സാധാരണ സഖാക്കൾ പോലും തിരിച്ചറിഞ്ഞു. പക്ഷേ ഇവിടെയാണ് സസ്പെൻസ്. വിമർശനം ഉന്നയിച്ചവരെ നിശബ്ദരാക്കാൻ സംസ്ഥാന നേതൃത്വം ഭീഷണിയുമായി രംഗത്തെത്തി. ചന്ദ്രൻ എന്ന സംസ്ഥാന സമിതി അംഗം യോഗത്തിൽ പറഞ്ഞത് റിയാസിനെതിരെ തെളിവില്ലാതെ സംസാരിച്ചാൽ നടപടി നേരിടേണ്ടി വരുമെന്നാണ്. നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ വിമർശിക്കാൻ പോലും തെളിവ് വേണമെന്ന് പറയുന്ന അവസ്ഥ. തെളിവുണ്ടായിട്ടും മകളെ പോലീസിന് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോഴാണിത്. പഴയ സ്റ്റാലിനിസ്റ്റ് രീതികൾ കേരളത്തിലെ പിണറായി വിജയൻ നടപ്പിലാക്കുകയാണോ? എന്തായാലും ഈ മരുമകൻ ഫാക്ടർ പാർട്ടിയുടെ അടിത്തട്ടിൽ വലിയ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. പിണറായി തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടിയെ ബലി കൊടുക്കുന്നു എന്ന തോന്നൽ അണികൾക്കിടയിൽ ശക്തമാണ്. റിയാസിന് നൽകുന്ന അമിത പ്രാധാന്യം മുതിർന്ന നേതാക്കളായി EP ജയരാജൻ, P ജയരാജൻ, അതുപോലെ ശൈലജ ടീച്ചർ ഇവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്തതിൻ്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പാർട്ടിയിലുണ്ട്. നമുക്കെന്തായാലും കുറച്ച് ഡാറ്റകളിലേക്ക് പോകാം. തെളിവുകൾ വേണമല്ലോ, അതല്ലേ മുൻ മുഖ്യന് വേണ്ടത്. 2021 99 സീറ്റുമായി അധികാരത്തിൽ വന്ന LDF ഇന്ന് എവിടെ നിൽക്കുന്നു? 35-ൽ ചുരുങ്ങി. ഓരോ ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നമുക്ക് നൽകുന്ന സൂചന ഭയാനകമായിരുന്നു. CPM
CPM-ന്റെ ഉറച്ച വോട്ട് ബാങ്കുകളായി ഇടവ ദളിത് വോട്ടുകളിൽ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനായി ഓടിയതിൻ്റെ ഇടിവ് വേറെ. ഇതെന്തായാലും BJP-യിലേക്കോ UDF-ലേക്കോ ഒഴുകുകയാണ് ഇവരൊക്കെ. പിന്നെ മുഖ്യമന്ത്രി ന്യൂനപക്ഷ സംരക്ഷകനെന്ന് അവകാശപ്പെടുമ്പോഴും വോട്ട് പെട്ടി തുറക്കുമ്പോൾ ആ ഒരു വോട്ടുകളൊക്കെ UDF-ലേക്ക് പോകുന്നുണ്ട്. ഇതിന് പിന്നിലെ ഫാക്ടർ എന്താണാവോ? മുഖ്യമന്ത്രി ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ പാവപ്പെട്ടവൻ്റെ പെൻഷൻ മുടക്കി വിദേശയാത്രകൾക്കും ആഡംബരങ്ങൾക്കും പണം കണ്ടെത്തുന്ന മുഖ്യമന്ത്രിയുടെ ശൈലിയോട് അണികൾക്ക് പോലും യോജിപ്പില്ല. അദ്ദേഹം ഇവിടെ ലോക നിലവാരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ടും അമേരിക്കയിലേ പോകൂ. എന്തുകൊണ്ടാണ്? എന്തായാലും ഇതൊക്കെയാണ് പാറശാലയിലും തിരുവമ്പാടിയിലും കേരളത്തിലുടനീളം പൊട്ടിത്തെറികളായി പുറത്തു വരുന്നത്. MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിക്ക് മേൽ യാതൊരു നിയന്ത്രണവുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഒരു വക്താവ് മാത്രമായി അതപ്പതിച്ചിരിക്കുന്നു. എന്തായാലും പാർട്ടി പിണറായി നിയന്ത്രിക്കേണ്ടതിന് പകരം പിണറായി പാർട്ടിയെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും ഇനി നമുക്ക് അല്പം കാര്യങ്ങൾ കൂടി പറയാം. കാരണം ഈ രാഷ്ട്രീയ സാഹചര്യം ഒരു ബ്ലാക്ക് ഹ്യൂമർ പോലെയാണ്. എത്ര തരം വേഷങ്ങൾ നമ്മൾ കണ്ടു. ഒരിക്കൽ കറുത്ത മാസ്കിനെ പിടിച്ച മുഖ്യമന്ത്രി, പിന്നീട് കറുത്ത തുണി കണ്ടാൽ പോലും വഴിതിരിച്ച് വിടുന്ന അവസ്ഥയിലേക്ക് എത്തി. ജനങ്ങളെ പിടിച്ച് റോഡിലേക്ക് ഇറങ്ങാൻ പോലും 100ഓളം പോലീസ് വാഹനങ്ങളുടെ അകമ്പടി വേണ്ടി വരുന്ന ഒരു ജനകീയ പിണറായിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അണികൾ ശപിക്കുകയാണിപ്പോൾ. എല്ലാം പഴയ വിജയനായിരുന്നുവെങ്കിൽ ഞങ്ങൾ സഹിച്ചേനെ, പക്ഷേ ഇതിപ്പോൾ ഒരു രാജാവിനെ പോലെയാണല്ലോ നിങ്ങളുടെ നടപ്പ്. പാറശാലയിലെ സഖാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്. എന്തായാലും പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ശൈലി കണ്ടാൽ തോന്നും അദ്ദേഹം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയല്ല, മറിച്ച് ഏതോ അറബ് രാജ്യത്തെ സുൽത്താനാണെന്ന്. മൈക്കിന് മുന്നിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗമ, ജനങ്ങളെ ആക്ഷേപിക്കുന്ന ആ ഒരു രീതി, അതൊക്കെയായിരുന്നു പാർട്ടിക്ക് ഏറ്റവും വലിയ പാരയായത്. ഇഷ്ടംപോലെ PR-ന് വേണ്ടി പണം മുടക്കി, എന്നിട്ടോ ഒരു ഗുണവും ഉണ്ടായില്ല. ജാത്യാലുള്ളത് തൂത്താ പോകില്ലല്ലോ എന്നൊരു ചൊല്ലുണ്ട്. എന്തായാലും പണ്ട് പറഞ്ഞ കടക്ക് പുറത്തെന്ന ഡയലോഗ് ഇന്ന് ജനങ്ങൾ മുഖ്യമന്ത്രിയോട് തിരിച്ചടിച്ചു. അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ പ്രതിപക്ഷ കസേരയിലേക്ക് ഇരിക്കുന്നത്. ആ പ്രതിപക്ഷ കസേര പോലും പിടിച്ചു വാങ്ങിയതാണെന്ന് ഓർക്കണം. എന്നാലും ഇതിൽ നിന്നെല്ലാം എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇത്തരം തമാശകളൊക്കെ ഇപ്പോൾ ഹിറ്റാവുന്നത് ഭരണാധികാരിയുടെ പതനത്തിൻ്റെ അടയാളമാണ്. പതനം സംഭവിച്ച് ഇപ്പോൾ ഭൂമിക്ക് പാതാളത്തിലോട്ടെത്തി. എന്നാലും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ കേരളം ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ടതാണ്. ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വരുന്നു. തിരുവനന്തപുരവും കോഴിക്കോടും കണ്ണൂരും പുകയുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പിണറായിയുടെ ചിത്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. പാർട്ടി സെൻറ്ററിൽ ഇരിക്കുന്നവർ വിചാരിക്കുന്നത് ഭീഷണിപ്പെടുത്തി അണികളെ ഒതുക്കാമെന്നാണ്. എന്നാൽ ഇത് പണ്ടത്തെ നാടല്ലല്ലോ, പണ്ടത്തെ ജനങ്ങളല്ലല്ലോ. എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്, ഗൂഗിളുണ്ട്, വിവരം വെച്ചു. പണ്ട് നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അണികളൊന്നും ഇപ്പം ഇല്ല. എന്തായാലും തങ്ങളുടെ പാർട്ടിയും പ്രത്യയശാസ്ത്രവും ഒരാളുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കുന്നത് അവർക്ക് കണ്ടു നിൽക്കാനാകുന്നില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൾട്ടയടിച്ചതാണ്, അത്രയേ ഉള്ളൂ. എന്തായാലും പ്രതിപക്ഷ സ്ഥാനം പിണറായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് വെറും ഒരു വൈകാരിക പ്രതികരണമല്ല, അതൊരു സിഗ്നലാണ്. പിണറായി വിജയൻ യുഗം അവസാനിച്ചു എന്നതിൻ്റെ സിഗ്നൽ. എന്തായാലും ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലും അതുകൂടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും കനത്തെറിയുന്ന നയക്കുമായി കെട്ടു എന്ന്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.